അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. ഇറാൻ യുദ്ധത്തിന് ശേഷമുള്ള ഇരു രാഷ്ട്ര നേതാക്കളുടെയും ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഏകദേശം 1.5 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടന്നു എന്നാണ് അറിയുന്നത്. ചർച്ച വളരെ പോസിറ്റീവും ഫലപ്രദവുമായിരുന്നുവെന്ന് വൈറ്റ് ഹൗസ് വക്താവ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതി തടയുക എന്ന പൊതുലക്ഷ്യത്തിലാണ് ഇരു രാഷ്ട്ര നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹുവും പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതൃപ്തി ട്രംപ് പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടിക്കാഴ്ചയിൽ അബ്രഹാം ഉച്ചകോടി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ചാ വിഷയമായി എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ അത്ര സുഗമമായ ചർച്ചകളല്ല, അത്ര സുഗമമായ ബന്ധമായിരുന്നില്ല ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും അധികം ട്രംപിനെ സന്ദർശിച്ച ലോക നേതാവെന്നുള്ള പേരുകൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിനകം സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ യുദ്ധം ഒരു അവസാനമില്ലാതെ നീളുന്നതടക്കമുള്ള കാര്യങ്ങളും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിനേറ്റ തിരിച്ചടികൾ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അതൃപ്തി കൃത്യമായി ട്രംപ് പ്രകടിപ്പിച്ചു. ഈ കൂടിക്കാഴ്ചയ്ക്ക് അത്ര വലിയ താല്പര്യം ട്രംപ് കാണിച്ചിരുന്നില്ല. പക്ഷേ ഒഴിഞ്ഞു മാറാനാകാത്ത ഒരു ഘട്ടത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ വിഷയങ്ങൾ എന്തായാലും അത് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുമെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മലയാളി പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ സ്ഥിരത പ്രവാസി സമൂഹത്തിന്റെ ജീവിതത്തെയും സുരക്ഷിതത്വത്തെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. സംഘർഷങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രവാസികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നുമാണ് രക്ഷാസമിതിയിൽ ഇന്ത്യ ശക്തമായി വാദിച്ചത്. ദുബായ് മോൾ മെട്രോ എക്സിറ്റ് ഉപയോഗിക്കുന്നവർക്കായി പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് RTA നൽകുന്നുണ്ട്. ദുബായ് മോൾ മെട്രോ സ്റ്റേഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ താൽക്കാലിക ഗോവണി സംവിധാനം തുറന്നു എന്നാണ് RTA അറിയിച്ചിട്ടുള്ളത്. സ്റ്റേഷന്റെ എക്സിറ്റ് 1 യാത്രക്കാർക്ക് ഇനി ഈ പുതിയ സംവിധാനം ഉപയോഗിക്കാൻ കഴിയും. സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള വഴികളും മാപ്പിലെ അടയാളങ്ങളും യാത്രക്കാർ കൃത്യമായി പാലിക്കണമെന്നാണ് RTA അഭ്യർത്ഥിച്ചിട്ടുള്ളത്. യാത്രക്കാരെ സഹായിക്കാനായി മെട്രോ സ്റ്റേഷൻ ജീവനക്കാരുടെ സേവനവും എപ്പോഴും നിങ്ങൾക്ക് ലഭ്യമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ട് ശ്വാസകോശ അർബുദം തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക റോബോട്ടിക് സാങ്കേതിക വിദ്യയുമായി UAE. അബുദാബിയിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക്കിലാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്വാസകോശത്തിലെ തികച്ചും ചെറുതും പരമ്പരാഗത പരിശോധനകളിലൂടെ കണ്ടെത്താൻ പ്രയാസമുള്ളതുമായ അസാധാരണ കോശ വളർച്ചകളെയും മുഴകളെയും അതീവ കൃത്യതയോടെ കണ്ടെത്താൻ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. രോഗം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിലൂടെ ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാനും രോഗിയുടെ ജീവൻ രക്ഷിക്കാനും സാധ്യത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന UAE-യുടെ മറ്റൊരു നിർണായക ചുവടുവയ്പായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്.